നമസ്കാരം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2021 പുറത്തിറങ്ങിയ റോങ് ടേൺ 7 ദ ഫൗണ്ടേഷൻ എന്ന സിനിമയുടെ കഥയുമായിട്ടാണ്. ഈ കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ 6 സുഹൃത്തുക്കളെ കാണിക്കുന്നു. ജെനിഫറും അവളുടെ കാമുകൻ ആദമും പിന്നെ അവരുടെ 4 ഫ്രണ്ട്സും. അവർ ഒരു യാത്ര പോവുകയാണ്. പക്ഷേ വഴിയിൽ വെച്ച് അവരുടെ കാറിൻ്റെ ടയർ പഞ്ചറാവുന്നു. എന്നാലും അത് ശരിയാക്കി അവരവിടെ നിന്നും യാത്ര തുടരുന്നു. നേരം ഒരുപാട് വൈകിയതിനാൽ അവരൊരു ഹോട്ടലിൽ ചെന്ന് മുറിയെടുത്ത് ആ രാത്രി അവിടെ താമസിക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി, ആ റിസപ്ഷനിലുണ്ടായിരുന്ന ലേഡി അവരോട് പറയും, നിങ്ങൾ ഹൈക്കിങ്ങിനാണ് വന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ കാട്ടിലൊക്കെ പോയിക്കോളൂ, പക്ഷേ അവിടെ ഒരു മലയുണ്ട്, ആ മലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകരുത്, അത് അപകടമാണ് എന്ന് ആ സ്ത്രീ പറയുന്നു. അവിടെ പോയ യാത്രക്കാരിൽ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നും ആ സ്ത്രീ ജെനിഫറിനോട് പറയുന്നു. ജെനിഫർ അത് കേട്ടപ്പോൾ ശരിയില്ല, നമ്മൾ ശ്രദ്ധിച്ചോളാം, നമ്മൾ അതിനപ്പുറത്തേക്ക് പോവില്ല, നമ്മൾ അതുവരെ പോയിട്ട് തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് പോകുന്നു. അടുത്ത ദിവസം അവർ ഒരു ബാറിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഒരു വൃദ്ധൻ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഇവരോട് ദേഷ്യപ്പെടും, നിങ്ങളിങ്ങനെ ആൾക്കാരെ ശല്യപ്പെടുത്തരുത് ഒച്ച വെച്ചിട്ട് എന്ന് പറയും. അപ്പോൾ ജെനിഫർ പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നമ്മൾ അലമ്പൊന്നല്ല, നിങ്ങൾ പോകാൻ നോക്കുമെന്ന് പറയും. അപ്പോൾ ദേഷ്യം വന്ന വൃദ്ധൻ അവിടെ നിന്നും പോകുന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവർ പതിയെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ കാറിന് സമീപം ഏതോ ഒരാൾ നിൽക്കുന്നത് അവർ കാണുന്നു. അപ്പോൾ ആദം അയാളോട് ഒച്ച വയ്ക്കുന്നു. എന്നിട്ട് ഒരു ബിയറിൻ്റെ കുപ്പിയെടുത്ത് അയാൾക്ക് നേരെ വലിച്ചെറിയുന്നു. അതോടെ അയാൾ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ശേഷം അവരെല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയിട്ട് സവാരി ഗിരിഗിരി നടത്തും. അടുത്ത ദിവസം രാവിലെ ജെനിഫർ ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അവിടെ ഒരു കച്ചവടക്കാരിയെ കാണും. അവൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ആ സമയത്ത് അവളുടെ മകളെ അവിടെ കാണുന്നു. അവളോട് പേര് ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പേടിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോവും. അപ്പോൾ ആ കച്ചവടക്കാരി പറയും, എൻ്റെ മോളുടെ സ്വഭാവം കുറച്ച് വിചിത്രമാണ് കേട്ടോ, ഒന്നും തോന്നരുത് എന്ന്. അതിനുശേഷം എല്ലാ സുഹൃത്തുക്കളും ചേർന്നിട്ട് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പുറപ്പെടും. അവർ നടന്ന് ഒരു കാട്ടിലെത്തിച്ചേരും. അപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാവും, ഭയങ്കര എക്സൈറ്റഡ് ആവും. അങ്ങനെ അവർ ആ കാട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും ജെനിഫറിന് ആ സ്ത്രീ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. മലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോവരുത്, അവിടേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അത് അവൾ കൂട്ടുകാരോട് പറയുകയും ചെയ്യും. പക്ഷേ അവരാരും അതിന് മുഖവിലക്കെടുക്കുന്നില്ല. അവർ പറയും, നോക്ക്, ഈ മലയുടെ അപ്പുറത്താണ് നല്ല കാഴ്ചകൾ ഉണ്ടാവുക, അവിടെയായിരിക്കും നമുക്ക് ഒരുപക്ഷെ ഇതിലും കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കുക. വെറുതെ ആ പെണ്ണുങ്ങൾ പറയുന്നൊന്നും കേട്ട് നീ വിഷമിക്കാൻ നിൽക്കണ്ട, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ആ മല കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ അപ്പുറത്തെത്തിയപ്പോൾ അവർക്ക് അവിടെ ആരുടെയൊക്കെയോ ഒരു സാന്നിധ്യം അനുഭവപ്പെടുന്നു. പക്ഷേ ആരെയും കാണുന്നുമില്ല. അവരുടെ കൂട്ടത്തിലെ ഒരു പെണ്ണ് ഈ രംഗങ്ങളെല്ലാം ഒരു മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ആ ക്യാമറയിലൂടെ ഒരു രംഗം കണ്ട് അവർ ഞെട്ടിത്തരിക്കുന്നു. ഒരു മരത്തിൻ്റെ വലിയ പീസ് അവരുടെ നേരെ പറന്നു വരുന്നു. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരവിടെ നിന്നും ഓടുന്നു. അതിലൊരു പീസ് വന്ന് ആ പെണ്ണിനെ തട്ടിത്തെറിപ്പിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരുത്തൻ താഴേക്ക് വീഴുന്നു. അവൻ മരത്തിൽ ചാരി നിൽക്കുമ്പോൾ മറ്റൊരു മരക്കഷ്ണം വന്ന് അവൻ്റെ മേലിടിച്ച് അവനെ ചതച്ച് അരയ്ക്കുന്നു. അവിടെ പാവങ്ങൾ അവിടെയും ഇവിടെയും തട്ടി വീണ് എല്ലാവർക്കും പരിക്കേറ്റു. അപ്പോഴാണ് അവർ തങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടിനെ കാണാനില്ല എന്ന് ശ്രദ്ധിക്കുന്നത്. അവർ ഉടനെ തന്നെ അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ അവൻ്റെ മുഖമൊക്കെ ആ മരം വന്നിടിച്ച് വികൃതമായിരിക്കുന്നത് കണ്ട് അവരെല്ലാവരും പേടിച്ചു പോയി. ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. ഉടൻ തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് അവരെല്ലാവരും തീരുമാനിക്കുന്നു. പക്ഷേ അവർക്ക് തിരിച്ചു പോകാനുള്ള വഴി കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം പരിഭ്രാന്തരായി. തിരിച്ചു പോകാനുള്ള വഴി അന്വേഷിച്ച് അവർ ഒരുപാട് ആ കാട്ടിലൂടെ അലഞ്ഞു. എന്നിട്ടും വഴി കണ്ടെത്താനായില്ല. അപ്പോഴേക്കും സമയം ഇരുട്ടി. ഒടുവിൽ അവിടെ ടെൻ്റടിച്ച് കിടക്കാമെന്നും നാളെ രാവിലെ ആവുമ്പോൾ വഴി അന്വേഷിച്ച് പോകാമെന്നും തീരുമാനിക്കുന്നു. പക്ഷേ എന്നാലും അവിടെ ടെൻ്റടിച്ച് നിൽക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് അവർക്കറിയാം. അതിലൊരുത്തൻ പറയുന്നു, ഇത് കാടാണ്, ഇവിടെ വന്യമൃഗങ്ങൾ ഉണ്ടാവും, നമ്മൾ വെറുതെ അവർക്ക് ഭക്ഷണമാവേണ്ടി വരും. പക്ഷേ മറ്റൊരു വഴിയും കണ്ടെത്താൻ അവനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ വിഷമത്തോടെ ടെൻ്റടിച്ച് കിടക്കുന്നു. അങ്ങനെ എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുന്നു. അർദ്ധരാത്രി ആയപ്പോൾ ജെനിഫർ ഉറക്കത്തിൽ നിന്നും ഞെട്ടുന്നു. അവിടെ ആരോ ഉള്ളതായിട്ട് അവൾക്ക് തോന്നുന്നു. പുറത്ത് നന്നായിട്ട് മിന്നലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾ പുറത്ത്, ടെൻറ്റിന് പുറത്ത് ആരോ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഒരു നിഴല് കാണുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വീണ്ടും നോക്കുമ്പോൾ അത് കാണുന്നില്ല. അതുകൊണ്ട് അവൾ തോന്നിയതാണ് എന്ന് കരുതിയിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നു.
രാവിലെ എല്ലാവരും എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ കാണുന്നില്ല. അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ നോക്കുമ്പോൾ മൊബൈലുകളൊന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജെനിഫർ പറയും, ഞാൻ ഇന്നലെ രാത്രി ഒരാളുടെ നിഴൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്വപ്നമാണെന്ന് കരുതി ഞാനത് അധികം ശ്രദ്ധിച്ചില്ല. ഇനി അയാളെങ്ങാനുമാണോ അവളെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള സംശയം അവൾ കൂട്ടുകാരുമായിട്ട് പറയുന്നു. അവരാകെ പേടിച്ചുപോയി. എല്ലാവരും കൂടിയിട്ട് അവളെ തിരയാൻ തുടങ്ങി. എല്ലാവരും ഉച്ചത്തിൽ അവളുടെ പേര് വിളിച്ചു പറഞ്ഞ് അവിടെ ഇവിടെയായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു റെസ്പോൺസും അവർക്ക് കിട്ടിയില്ല. അതിനിടയിൽ ആദവും ജെനിയും ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നു. അപ്പോൾ ജെനി പറയും, ഈ കുഞ്ഞിനെ എനിക്കറിയാം, ഇവളെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ജെനിഫർ ആ കുഞ്ഞിനോട് ചോദിക്കും, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് മോളെ? പക്ഷേ ആദം വിചാരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരിയെ തട്ടിക്കൊണ്ടുപോയ ആളുടെ മകളാണ് ഇവളെന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ അവൻ ഓടുന്നു. ഓടി ഓടി പാവം ആദത്തിന്റെ കാല് ഒരു കെണിയിൽ കുടുങ്ങുന്നു. അങ്ങനെ അവൻ താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് ആദത്തിനെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് എല്ലാ ഫ്രണ്ട്സും അവൻ്റെ അടുത്തേക്ക് വരുന്നു. പക്ഷേ ആദത്തിന്റെ കാലിൽ കുടുങ്ങിയ കെണിയിലെ അതിനോട് ചേർന്ന് ഒരു ചങ്ങലയും കെട്ടിയിട്ടുണ്ടായിരുന്നു. ആരോ അത് വലിച്ച് ആദത്തിനെ അടക്കം വലിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് വീണു പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ? ഇനി ഉള്ളിൽ എന്തെങ്കിലും ജീവിയുണ്ടോ? അത് നമ്മളെയും കൂടി അകത്താക്കുമോ എന്നൊക്കെയുള്ള പേടി അവരെ ഭയങ്കരമായിട്ട് ടെൻഷൻ എടുപ്പിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവരാകെ കുഴങ്ങിയിരിക്കുകയാണ്. അവസാനം ജെനിഫർ ഒരു മരക്കമ്പ് എടുത്തിട്ട് ആ സ്ഥലത്ത് കുത്തിവെക്കുന്നു. ഒരു ഗാർഡ് പോലെ. തങ്ങളാരും അറിയാതെ അതിലേക്ക് വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ കുഴിക്കുള്ളിൽ ഒരു കിഡ്നാപ്പർ ഉണ്ടാവും. അവൻ പുറത്തു വരുമ്പോൾ നമുക്ക് അവനെ ആക്രമിക്കാം എന്നും പറഞ്ഞിട്ട് അവരൊക്കെ അതിനടുത്ത് തന്നെ ഒളിച്ചിരിക്കുന്നു. അതേസമയം അവർ കാണുന്നത് 2 ആൾക്കാർ വൃത്തികെട്ട വേഷം ധരിച്ച് മൃഗങ്ങളുടെ മുഖംമൂടി ധരിച്ച് നമ്മുടെ ആദത്തെ ഒരു കമ്പിൽ കയറിൽ കെട്ടി തൂക്കി നടന്നു പോകുന്നതാണ്. അങ്ങനെ അവരെല്ലാവരും ആ കിഡ്നാപ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഓടുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിനെ വേഗം അഴിച്ചുവിട്, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി നിങ്ങളെ തല്ലിക്കൊല്ലും. അത് കേട്ടപ്പോൾ അവർ ആദത്തിനെ താഴേക്കിടും. ആദം ബോധം കെട്ട് കിടക്കായിരുന്നു. പക്ഷെ പെട്ടെന്ന് ബോധം തെളിഞ്ഞ് അവൻ എഴുന്നേറ്റ് ഒരു മരത്തടി വെച്ച് മുഖംമൂടി ധരിച്ച ഒരുത്തൻ്റെ തലയിൽ ആഞ്ഞടിക്കും. എന്നിട്ടും കോപം മാറാതെ അവൻ അതിൻ്റെ തല അടിച്ചടിച്ചടിച്ച് ചതച്ചരയ്ക്കും. രണ്ടാമത്തെ മുഖംമൂടിധാരി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ആദത്തിന്റെ അടിയിൽ ആ മുഖംമൂടിധാരിയുടെ തലയോട്ടി പിളർന്ന് അവൻ അവിടെ കിടന്ന് മരിക്കും. ജെനിഫറും കൂട്ടുകാരും ഇത് കണ്ട് സ്തബ്ധരായി നിൽക്കുകയാണ്. ജെനിഫർ ആദത്തോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? നീ ഒരാളെ കൊന്നിരിക്കുകയാണ്. അവൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, നീ രക്ഷപ്പെട്ടില്ലേ, പിന്നെ എന്തിനാണ് അവനോട് ഈ രീതിയിൽ ചെയ്തത്? അപ്പോൾ ആദം പറയും, ഞാനിത് സ്വയരക്ഷയായിട്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ. അപ്പോഴേക്കും അവർ കാണാതായി എന്ന് വിചാരിച്ച പെൺകുട്ടിയില്ലേ, അവൾ അവിടേക്ക് വരുന്നു. അവൾ ആ ഡെഡ് ബോഡി കാണുന്നു. പാടെ അവൾ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നത്? ഒരു മനുഷ്യനെ കൊന്നിരിക്കുന്നു, അതും ഇത്രയൊക്കെ ബ്രൂട്ടലായിട്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അപ്പോൾ ജെനിഫർ അവളോട് ചോദിക്കും, നീ എവിടെയായിരുന്നു? നിന്നെ എവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചു. നീ കൊല്ലപ്പെട്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ അവൾ പറയും, ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ട് പോയതാണ്. അതിനിടയിൽ കാടിനുള്ളിൽ വെച്ച് ഞാൻ കുറച്ച് അപരിചിതരെ കണ്ടു. അവർ കാണാതിരിക്കാൻ ഞാൻ ഒളിച്ചിരുന്നതാണ്. അവർ പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ജീവനും കൊണ്ട് ഓടി ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. എന്നിട്ട് അവൾ പറയും, നമ്മൾ വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അവരുടെ ഇരകളായി മാറും. അങ്ങനെ അവരെല്ലാം അവിടെ നിന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നു. അപ്പോൾ ആരുടെയൊക്കെയോ ശബ്ദം അവർ കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് പേടിച്ച അവർ ഓരോ ദിക്കിലേക്കായി ഓടുന്നു. അതിനിടയിൽ ജെനിഫറിന്റെ ഒരു ഫ്രണ്ട് താഴെ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു കയറിൽ ചവിട്ടുകയും അവൻ്റെ നേരെ എന്തോ ഒരു ചക്രം പോലുള്ള ഒരു സാധനം, അതിൽ നിറയെ ആണികൾ തറച്ചു വെച്ചിരിക്കുകയാണ്. അത് വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുകയും ചെയ്യും. എന്തോ ഭാഗ്യം കൊണ്ട് ചെറിയ പരിക്കുകളോടെ അയാൾ രക്ഷപ്പെടുന്നതിനായി അവർ വീണ്ടും ഓടാൻ തുടങ്ങുന്നു. അതിനിടയിൽ ഒരു പെണ്ണ്, നേരത്തെ കാണാതായി എന്ന് പറഞ്ഞ പെണ്ണില്ലേ, ആ പെണ്ണ് ഓടിപ്പോകുന്നതിനിടയിൽ ഒരു കുഴിയിലേക്ക് വീഴുന്നു. അവളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആദം ആ കുഴിക്കടുത്തേക്ക് പോകുന്നു. അവൻ കാണുന്നത് എന്താണെന്നറിയോ? ആ പെൺകുട്ടിയുടെ ശരീരത്തിലൂടെ മരത്തിൻ്റെ സ്പൈക്കുകൾ തുളച്ച് കയറിയിരിക്കുന്നതാണ്. അവൾ ആദത്തിനോട് കേണപേക്ഷിക്കുന്നു തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ. ആദം പക്ഷേ അവളോട് പറയുന്നു, ഞാൻ മറ്റാരെങ്കിലും കൂട്ടിയിട്ട് വരാം നിന്നെ ഇവിടുന്ന് കയറ്റുന്നതിന് വേണ്ടിയിട്ട് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും തടി തപ്പുന്നു. ആ പെൺകുട്ടിക്ക് മനസ്സിലായി അവൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന്. അവൾ മരണാസന്ന നിലയിൽ കിടക്കുകയാണ്. അതേസമയം ആ കുഴിക്ക് വെളിയിൽ ഒരു മുഖംമൂടിധാരി വരുന്നു. മൃഗത്തിൻ്റേതുപോലുള്ള മുഖംമൂടി ധരിച്ച ഒരു വ്യക്തി. അവൻ കയ്യിലുണ്ടായിരുന്ന അമ്പ് അവളുടെ ശരീരത്തിലേക്ക് തുടരെ എയ്യുന്നു. അവൾ അവിടെ കിടന്ന് മരിക്കുന്നു. ഇപ്പോൾ 4 പേരാണ് ജീവനോടെയുള്ളത്. അവർ ആ കാട്ടിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു പാറയ്ക്കുള്ളിലേക്ക് ഒളിച്ചിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ ജെന്നിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവനെ ആരോ മുകളിലേക്ക് വലിച്ചെടുക്കുന്നു. ജെനിഫറിനെയും അവർ ആക്രമിക്കുന്നു. ജെനിഫർ അബോധാവസ്ഥയിലാവുന്നു. ജെനിഫറിന് ബോധം തെളിയുമ്പോൾ അവൾ ഒരു അണ്ടർഗ്രൗണ്ട് ഗുഹയിലാണ് ഉള്ളത്. പെട്ടെന്ന് ആ ഗുഹയുടെ വാതിൽ തുറക്കുന്നു. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്.
സാധനം വിൽക്കാൻ വന്ന ഒരു കച്ചവടക്കാരിയില്ലേ, അവളായിരുന്നു മുകളിൽ. ജെനിഫർ അവളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയും, അവിടെ മിണ്ടാതിരുന്നു, ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ മരിക്കേണ്ടി വരും. ജെനിഫർ അവളോട് അവിടെ നിന്നും രക്ഷിക്കാൻ പറയുന്നു. അവൾ ഒരു മറുപടിയും പറയാതെ ആ വാതിലടയ്ക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ ഗുഹയിലേക്ക് കയറിന്റെ ഏണി ഇട്ടുകൊടുക്കുന്നു. അതുവഴി ജെനിഫറിന് ഈസിയായിട്ട് മുകളിലേക്ക് കയറി വരാം. അങ്ങനെ അവൾ മുകളിലേക്ക് കയറി വരുന്നു. ആ ഗുഹയ്ക്ക് വെളിയിൽ തൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ലൈനായിട്ട് നിർത്തിയിരിക്കുന്നത് ജെനിഫർ കാണുന്നു. അവർ ജെനിഫറിൻ്റെയും മറ്റു കൂട്ടുകാരുടെയും മുഖം മൂടുന്നു. എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് ഒരു ഗോത്രവർഗത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയതിനു ശേഷം അവരോട് മുട്ടുകുത്തിയിരിക്കാൻ പറയുന്നു. ശേഷം അവരുടെ മുഖത്തു നിന്നും ആ കവർ മാറ്റുന്നു. ആ സംഘത്തിന്റെ നേതാവ് അവരോടായിട്ട് പറയും, നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തിൽ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവനെ നിങ്ങൾ കൊല്ലുകയും ചെയ്തു, അതും വളരെ ക്രൂരമായിട്ട്. അപ്പോൾ ജെനിഫർ പറയും, ഞങ്ങൾ നിരപരാധികളാണ്, അയാൾ നമ്മളെ കൊല്ലുമെന്ന് പേടിച്ചാണ്, നമ്മൾ പ്രാണരക്ഷാർത്ഥമാണ് അയാളെ ആക്രമിച്ചത്. അപ്പോൾ ആ സംഘത്തിന്റെ തലവൻ പറയും, ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ പർവ്വതത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു, അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾ പകരം ചെയ്തത് എന്താ? രക്ഷിക്കാൻ നോക്കിയവനെ കൊല്ലുകയാണ് ചെയ്തത്. ആ മരിച്ചുപോയ വ്യക്തിയുടെ ശവശരീരം അവർ ആ ടേബിളിൽ ഇവരുടെ മുന്നിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രീതിയിലായിരുന്നു അത് അവരുടെ മുന്നിലുണ്ടായിരുന്നത്. സർ, ദയവായി ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. ഞങ്ങൾ വിചാരിച്ചത് അവൻ ഞങ്ങളെ കൊല്ലാൻ വന്നിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ടാണ് സ്വയരക്ഷയ്ക്കായി ഞങ്ങൾ അവനെ ആക്രമിച്ചത്, അല്ലാതെ അവനെ കൊല്ലാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് ജെനിഫർ അവരോട് പറയും. അപ്പോൾ ആ തലവൻ പറയും, തെറ്റിദ്ധാരണ കൊണ്ട് ഒരാളുടെ ജീവൻ എടുക്കുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരും മരിക്കാൻ തയ്യാറായിക്കോളൂ. അതിനുശേഷം അയാൾ ആദമിനെ ഒരു ടേബിളിലേക്ക് കിടത്തി കെട്ടിവെക്കുന്നു. അതിനുശേഷം അവരോടായിട്ട് പറയുന്നു, ഞാൻ ഇവനെയും കൊല്ലും. നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ കൂട്ടാളിയെ കൊന്നത് അതുപോലെ മൃഗീയമായി തന്നെ. അതിനുശേഷം അയാൾ ഒരു മരത്തടി എടുത്തിട്ട് ആദമിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുന്നു. അടിച്ചടിച്ച് അവന്റെ തല ചതച്ച് ക്രൂരമായിട്ട് കൊല്ലുന്നു. പാണ്ടിലോറിയുടെ അടിയിൽ പെട്ടുപോയ തവളയുടെ അവസ്ഥയായി പോയി അവന്റെ തലയ്ക്ക്. ആദത്തിനെ ബ്രൂട്ടലായിട്ട് അവർ കൊല്ലുന്നത് കണ്ടിട്ട് ആ കൂട്ടുകാരെല്ലാവരും പേടിച്ച് വിറച്ചു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിനിടയിൽ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജെനിഫറിന്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ തലവൻ അവനെ കത്തിയെറിഞ്ഞ് വീഴ്ത്തുന്നു. അതിനുശേഷം ഒരു ഇരുമ്പ് ദണ്ട് ചൂടാക്കി അത് അവന്റെ കണ്ണിലേക്ക് കുത്തിയിറക്കുന്നു. കണ്ണിന്റെ ഭാഗത്ത് ഇപ്പോൾ 2 കുഴികൾ മാത്രമാണുള്ളത്. അതിനുശേഷം അവനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് അടയ്ക്കുന്നു. എന്നിട്ട് അയാൾ ജെനിഫറിനോടായിട്ട് പറയുന്നു, ഈ വിധി തന്നെയായിരിക്കും നിങ്ങൾക്കും. ജെനിഫർ അയാളോട് കേണപേക്ഷിക്കും, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ജീവിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ സംഘത്തലവൻ പറയും, നിങ്ങളുടെ ജീവന്റെ വിലയായി നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്? അത് കേട്ടപ്പോൾ ജെനിഫർ പറയും, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം, നിങ്ങൾക്ക് സുഖം നൽകാം, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചോളാം. സംഘത്തലവന് അതിന് സമ്മതമായിരുന്നു. അതിനുശേഷം നമ്മൾ ജെനിഫറിന്റെ അച്ഛനെ കാണുന്നു. അയാൾ കാണാതെ പോയ തൻ്റെ മകളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അവൾ പോയിരിക്കുന്നത് ഇന്ന സ്ഥലത്തേക്കാണ് എന്ന് അയാൾക്കറിയാം, ഒരു ട്രിപ്പിന് വേണ്ടിയാണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ പോയി ആ ഹോട്ടലിൽ അന്വേഷിക്കുന്നു, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുന്നു. പക്ഷേ ഒരു വിവരവും കിട്ടുന്നില്ല. ഒടുവിൽ ആ ബാറിൽ അയാൾ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ആ വൃദ്ധനായ ആളെ കാണുന്നു. ഇവരുമായിട്ട് ആദ്യം ചെറുതായിട്ടൊന്നും ഉടക്കിയിട്ടില്ലേ അയാളെ. ജെനിഫറിന്റെ അച്ഛൻ അയാളോട് കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ അവർ തമ്മിൽ ചെറിയൊരു സംഘടന ഉണ്ടാകുന്നു. അതിനിടയിൽ ആ വൃദ്ധൻ ഇയാളോട് പറയും, എനിക്ക് നിങ്ങളുടെ മകളെ അറിയാം, നിങ്ങളുടെ മകളും കൂട്ടുകാരും എങ്ങോട്ടേക്കാണ് പോയത് എന്ന് എനിക്കറിയാം, പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് അവരെ കിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ജെനിഫറിന്റെ അച്ഛൻ ചോദിക്കുന്നു. അവർ പോയിരിക്കുന്നത് ആ മലയുടെ അപ്പുറത്തേക്കാണ്. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അത് വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ജെനിഫറിന്റെ അച്ഛൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അയാൾ മറ്റ് 3 പേരെയും കൂട്ടിയിട്ട് ആ കാടിനുള്ളിലേക്ക് പോകുന്നു. കാടിനുള്ളിൽ പല ട്രാപ്പുകളും സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഒരു കേബിൾ ട്രാപ്പിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. എന്നാൽ അവരിൽ ഒരാളുടെ കാല് മറ്റൊരു ട്രാപ്പിൽ കുടുങ്ങുന്നു. അയാൾ അവിടെ നിന്ന് ഒരു കുഴിയിലേക്ക് വീഴുന്നു. അയാളെ രക്ഷിക്കാൻ ജെനിഫറിന്റെ അച്ഛൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വലിയ മരത്തടി മുകളിൽ നിന്ന് അവരുടെ തലയിലേക്ക് പതിക്കുന്നു. ജെനിഫറിന്റെ അച്ഛന്റെ കൂട്ടാളികൾ 2 പേരും അവിടെ കിടന്ന് മരിക്കുന്നു. ജെനിഫറിന്റെ അച്ഛൻ എങ്ങനെയൊക്കെയോ കൂടി രക്ഷപ്പെടുന്നു. അയാൾ തന്റെ മകളെ അന്വേഷിച്ച് ആ കാട്ടിൽ മുഴുവൻ അലയുന്നു. എന്നാൽ അതിനിടയിൽ അയാളെയും ആ സംഘം പിടികൂടുന്നു. അയാൾക്ക് ബോധം വരുമ്പോൾ അയാൾ കാണുന്നത് തൻ്റെ മകളെയാണ്. അവളും ആ കൂട്ടത്തിലൊരാളായി മാറിക്കഴിഞ്ഞു. പക്ഷെ ജെനിഫർ തൻ്റെ അച്ഛനെ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ആ സംഘത്തിന്റെ തലവൻ പറയും, ഇത് നിങ്ങളുടെ മകളൊന്നുമല്ല, ഇത് എൻ്റെ ഭാര്യയാണ്. അതിനുശേഷം ജെനിഫറിന്റെ അച്ഛനെ ബന്ദിയാക്കി ഒരു അണ്ടർഗ്രൗണ്ട് ഗുഹയിലേക്ക് തള്ളും. ആ സംഘത്തലവൻ ഉറങ്ങുമ്പോൾ നമ്മുടെ ജെനിഫർ അവളുടെ അച്ഛനെ പൂട്ടിയിട്ടിരിക്കുന്ന ഗുഹയിലേക്ക് വരും. എന്നിട്ട് അതിന്റെ വാതിൽ തുറന്നിട്ട് അച്ഛനോട് പറയും, ഒരു കാരണവശാലും സംസാരിക്കരുത്. ഞാൻ അച്ഛനെ മനസ്സിലായി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ അച്ഛനെ കൊന്നുകളയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാകാത്തതുപോലെ അഭിനയിച്ചത്. അവരറിയാതെ നമ്മൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം. അങ്ങനെ അച്ഛനും മകളും ശബ്ദമുണ്ടാക്കാതെ
അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ ജെനിഫർ അവളുടെ ഫ്രണ്ടിനെ അവിടെ വെച്ച് കാണുന്നു. അവൾ അവനോടും വരൂ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് പറയുന്നു. പക്ഷേ അവൻ അതിന് സമ്മതിക്കുന്നില്ല. ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ ഈ സ്ഥലവുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. എനിക്ക് ഇവരെ സേവിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഇപ്പോൾ. അത് കേട്ടപ്പോൾ ജെനിഫറും അച്ഛനും അവിടെ നിന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നു. അപ്പോഴേക്കും ആ സംഘം ഇവർ രക്ഷപ്പെടുന്നത് അറിഞ്ഞു. അവർ ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ജെനിഫറിന്റെ അച്ഛന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അത് വെച്ച് അവരെ ആക്രമിക്കാൻ വരുന്നവന്റെ തല അയാൾ വെടിവെച്ച് തകർത്തു. ജെനിഫറും അവരെ ഓരോന്നായി കൊന്നു തള്ളിക്കൊണ്ടിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടി അവരവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവരുടെ സങ്കേതത്തിൽ നിന്നും പുറത്തെത്തിയപ്പോഴേക്കും വീണ്ടും അവരുടെ നേരെ ആക്രമണം ഉണ്ടാവുന്നു. പക്ഷേ ആ സമയത്ത് ആ ബാറിൽ വെച്ച് കണ്ട വൃദ്ധനിലെ അയാളും അയാളുടെ സംഘവും അങ്ങോട്ടേക്കെത്തി ഇവരെ സഹായിക്കുന്നു. അങ്ങനെ അയാളുടെ കാറിൽ ഈ അച്ഛനെയും മകളെയും അവർ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അച്ഛനും മകളും സന്തോഷത്തോടെ സുരക്ഷിതമായി അവരുടെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ജെനിഫർ തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. ആ ഗോത്രത്തിൻ്റെ തലവനും അവൾ ആദ്യം കണ്ട ആ കൊച്ചുകുട്ടിയും ആ കച്ചവടക്കാരിയും അവളുടെ വീടിൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ജെനിഫർ ആ സംഘത്തലവനോട് അപേക്ഷിച്ചു, ദയവ് ചെയ്ത് എൻ്റെ ഫാമിലിയെ വെറുതെ വിടണം, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്. അങ്ങനെ ജെനിഫർ ആ സംഘത്തിൻ്റെ കൂടെ യാത്രയാവുന്നു. അങ്ങനെ അവർ ജെനിഫറിനെയും കൂട്ടിയിട്ട് ഒരു വണ്ടിയിൽ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ വാഹനത്തിന് ഒരു ആക്സിഡന്റ് പറ്റുന്നതായി നമ്മളെ കാണിക്കുന്നു. ആ സംഘത്തലവൻ ജീവന് വേണ്ടി പുറത്തേക്ക് ഓടുകയാണ്. തൊട്ടു പിന്നാലെ ഒരു കത്തിയും പിടിച്ച് ജെനിഫറും പുറത്തേക്ക് വരുന്നു. അതിലുണ്ടായിരുന്ന ഓരോരുത്തരെയും അവൾ കുത്തി കൊല്ലുന്നു. ആ സംഘത്തലവനെയും ആ റോഡിൽ വെച്ച് തന്നെ അവൾ കുത്തി 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 കൊല്ലുന്നു. ശേഷം ആ കൊച്ചു കുട്ടിയെയും കൊണ്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ ഇതുപോലുള്ള സിനിമാ കഥകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ